ഓം നമോ ഭഗവതേ വാസുദേവായ. കോഴിക്കോട് ജില്ലയിലെ ദശാവതാര ക്ഷേത്രാടന ടൂറിസത്തിൻ്റെ ഭാഗമായുള്ള 9 ദശാവതാര ക്ഷേത്രങ്ങളാണ് പെരുമീൻപുറം മത്സ്യാവതാര ക്ഷേത്രം, ആമമംഗലം കൂർമാവതാര ക്ഷേത്രം, വാര്യർ മഠം വരാഹക്ഷേത്രം, തൃക്കോയിക്കൽ നരസിംഹക്ഷേത്രം, തീർത്ഥങ്കര വാമന ക്ഷേത്രം, രാമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം, കാവിൽ ബലരാമസ്വാമി ക്ഷേത്രം, ചേളന്നൂർ പരശുരാമ ക്ഷേത്രം, ഈന്താട് ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവ. 10ാമത്തെ അവതാരമായ കൽക്കിക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം ഇവിടെ ഇല്ല. ഈ 9 ക്ഷേത്രങ്ങളും കോഴിക്കോട് ജില്ലയിലെ പൊൻകുന്നു മലയുടെ താഴ്വരയിൽ ഒരു ശംഖ് രൂപത്തിൽ 6 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ കാക്കൂർ, നന്മണ്ട, ചേളന്നൂർ എന്നീ പഞ്ചായത്തുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 6 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് കാക്കൂർ പഞ്ചായത്തിലാണ്. വ്യാഴം, ഞായർ ദിവസങ്ങളിൽ ഈ 9 ക്ഷേത്രങ്ങളും രാവിലെ 5 മണി മുതൽ 9 മണി വരെ തുറന്നു പ്രവർത്തിക്കുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ 3 ക്ഷേത്രങ്ങൾ തുറക്കാറില്ല. നരസിംഹാവതാര ക്ഷേത്രവും വാമനാവതാര ക്ഷേത്രവും പരശുരാമ ക്ഷേത്രവും തുറക്കാറില്ല. ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിലും ദശാവതാര ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഇത്ര അടുത്ത് എളുപ്പത്തിൽ സന്ദർശനം നടത്തി മടങ്ങാൻ സാധിക്കുന്നത് കോഴിക്കോട് മാത്രമാണ്. ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പൂർവജന്മ പാപങ്ങൾക്കും മറ്റും പരിഹാരമാണെന്നാണ് വിശ്വാസം. കോഴിക്കോട് നിന്ന് വരുമ്പോൾ ബാലുശ്ശേരി റൂട്ടിൽ 18 കിലോമീറ്റർ യാത്ര ചെയ്താൽ കാക്കൂരിലെത്താം. കാക്കൂരിൽ നിന്ന് ഈ എല്ലാ ക്ഷേത്രങ്ങളിലേക്കും വളരെ എളുപ്പത്തിൽ എത്താവുന്നതാണ്. നേരത്തെ അറിയിച്ച് ചെല്ലുകയാണെങ്കിൽ വാഹനവും ഗൈഡും അറേഞ്ച് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതിലെ ആദ്യത്തെ ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്, അതായത് പെരുമീൻപുറം മത്സ്യാവതാര ക്ഷേത്രം. പെരുമീൻപുറം മത്സ്യാവതാര ക്ഷേത്രം കാക്കൂർ പഞ്ചായത്തിലെ വളരെ പ്രകൃതി മനോഹരമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വയലും തോടും മണ്ണ് റോഡും വാഴകൃഷിയും എല്ലാമുള്ള നോസ്റ്റാൾജിക് ഫീലിംഗ് ഉണർത്തുന്ന പ്രകൃതി മനോഹരമായൊരു സ്ഥലം. മീനൂട്ടാണ് ഇവിടത്തെ പ്രധാന വഴിപാട്. എല്ലാ ദിവസവും രാവിലെ 5 മണി മുതൽ 9 മണി വരെ ഈ ക്ഷേത്രം തുറന്ന് പ്രവർത്തിക്കുന്നതാണ്.